പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വീണ്ടും ഒരിക്കൽ കൂടി മക്കൾക്കായി പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് മക്കൾക്കായി ഞങ്ങളുടെ മക്കളുടെ പരീക്ഷാ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകള് ഒരുമിച്ച് ചേർത്ത് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവിടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഉദ്യമങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ, പ്രത്യേകിച്ചും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവേ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ മക്കളോടും ഇവിടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഈശോയോട് കൂടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വാസമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും വചനങ്ങൾക്കും ഞങ്ങളും ഞങ്ങളുടെ മക്കളും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലല്ലേ? പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മക്കള് ഈ കർത്താവിന്റെ ശക്തമായ ഇടപെടലിലൂടെ ഈ വചനങ്ങളൊക്കെ മാംസം ധരിച്ച് വലിയ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ, പരീക്ഷ എഴുതട്ടെ, ജയിക്കട്ടെ, നമുക്ക് അനുഗ്രഹമായ മക്കളായിട്ട് മാറട്ടെ. നമുക്കും സഭയ്ക്കും കുടുംബത്തിനും നാടിനും സ്വർഗത്തിലും ഒത്തിരി സന്തോഷമുള്ള മക്കളായിട്ട് തീരട്ടെ. ആമേൻ. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുലിഖിതമാണ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വേണം ചോദിക്കാൻ. കർത്താവ് പറയാ, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ. എന്നെ പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതെന്തിനെന്നറിയോ? ദൈവത്തെ കൂടുതൽ ആശ്രയിക്കാൻ, ദൈവത്തിനുള്ള ബന്ധം ആഴപ്പെടുത്താൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനാണ്. അതുകൊണ്ട് കുറവ്, രോഗം, പ്രശ്നം, തടസ്സമുണ്ടോ? ആ സമയത്ത് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഇവിടെ പറയാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. ഈ ഒരു അത്ഭുത വാഗ്ദാനത്തിന്റെ ശക്തിയും ഉറപ്പും നമ്മുടെ മക്കളിൽ, നമ്മളിൽ സംജാതമാകണം. ജ്ഞാനം കുറവുള്ള മക്കളുണ്ട്. ചില വിഷയങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ പരീക്ഷ നല്ലൊരു ബുദ്ധിമുട്ട്, ഓർത്തിരിക്കുന്നില്ല. പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കുറവുള്ള മക്കള് ദൈവത്തോട് ചോദിക്കട്ടെ. പറയണ്, എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ചോദിക്കുമ്പോ ഒരു കാര്യമുണ്ട്, സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ വാഗ്ദാനമാണ്, നമുക്കത് ഉദാരമായിട്ട് നൽകും, അത് ലഭിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ഒരു അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്ന കുറവുണ്ടാവുമ്പോ നിരാശപ്പെടാതെ, അയ്യോ എല്ലാം തീർന്നു എന്ന് കരുതാതെ ദൈവത്തോട് ചോദിക്കട്ടെ. ദൈവം തരും എന്ന് പറഞ്ഞിട്ടില്ലേ മക്കളെ? ദൈവം തരും. എന്ത് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് പറ്റണില്ല. കുറവുള്ളവരാ നമ്മളൊക്കെ. പക്ഷെ ആ കുറവുള്ള സമയത്ത് ദൈവത്തോട് ചോദിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവമേ എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് ഈ വിഷയം പഠിക്കാൻ പറ്റണില്ല, മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റണില്ല, കെമിസ്ട്രി പഠിക്കാൻ പറ്റണില്ല, ബയോളജി പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്നതൊക്കെ മറന്നു പോവാ, കുറവാണ്. കർത്താവേ എനിക്ക് ഓർമ്മശക്തി തരണേ, എല്ലാം നന്നായിട്ട് എഴുതാനുള്ള കൃപ തരണമേ, ഭയം കൂടാതെ വിറയ്ക്കാതെ എഴുതാനുള്ള അഭിഷേകം തരണമേ. ചോദിക്കി, ദൈവം തരും, ഉദാരമായി തരും. ഈ ഒരു വചനത്തിന്റെ അത്ഭുത ശക്തി വാഗ്ദാനം നമ്മുടെ മക്കളിൽ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു വിശ്വാസത്തോടെ
ഒരിക്കലും സംശയിക്കരുത്. സംശയിക്കാതെ വേണം ചോദിക്കാമെന്ന് പറയുന്നുണ്ട് അവിടെ. അതുകൊണ്ട് സംശയിക്കാതെ നമുക്ക് ചോദിക്കാം. നമ്മുടെ മക്കളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും അവിശ്വാസമുണ്ടെങ്കിൽ, അങ്ങനെ ഇതുപോലെ ശരണപ്പെടാൻ പറ്റായ്മയുണ്ടെങ്കിൽ അതിനോർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും അവിശ്വാസത്തെ പരിഗണിക്കാതെ കർത്താവേ, ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇടപെടണമേ. ഈ വചനം ഞങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് അത് ഉദാരമായി ലഭിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ എല്ലാ കൃപയിലും നിറഞ്ഞ് പരീക്ഷ എഴുതട്ടെ. പരീക്ഷ മാത്രമല്ല, ജീവിതത്തില്, സാഹചര്യങ്ങളില്, പ്രലോഭനങ്ങളില് അങ്ങയോട് ചോദിച്ച് സന്തോഷം, സമാധാനം, അറിവ്, ജ്ഞാനം എല്ലാം നേടി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയില്, ദിവികാല സന്നിധിയില് ജീവിക്കുന്ന കർത്താവേ, അങ്ങയുടെ മുമ്പില് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണം. ഈ അഭിഷേകം നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ മുഖിച്ചോട് കൂടി ആയിരിക്കാം മക്കളെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. അച്ഛനോട് പ്രാർത്ഥിക്കണേ. ഒരിക്കൽ കൂടി അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മയിലേക്ക് അനേകം മക്കളെ നിങ്ങൾ ചേർക്കണം. ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ പ്രാർത്ഥന മുടങ്ങാതെ പോകാൻ വേണ്ടി അച്ഛനോട് പ്രാർത്ഥിക്കണം. അനേക ആയിരങ്ങൾ, ലക്ഷങ്ങൾ പങ്കെടുത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പങ്കുചേരണേ. ഒരു ദൈവവേലയാണ്, സുവിശേഷ വേലയാണ്. സ്വർഗം മാനിക്കുന്ന, ദൈവം പ്രതിഫലം തരുന്ന വലിയൊരു ശുശ്രൂഷയാണ്. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രയോ വലുതാണ് ഈശോയെ. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്ത് കുറവുണ്ടെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യവും ഞങ്ങൾക്കെല്ലാം ഉദാരമായി നൽകുമെന്നുള്ള വലിയ ഉറപ്പും അങ്ങ് ഞങ്ങൾക്ക് നൽകുകയാണല്ലോ. അങ്ങ് ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിവ് കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കുമെന്ന്. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിവ് കുറഞ്ഞ മക്കള് പലതിലും അവർക്ക് സാധിക്കുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ചില വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, മറന്നുപോകുന്നു. ചില ഭയങ്ങള്, ഇത്തിരി കുറവുള്ള മക്കള്, ഈശോയെ, എല്ലാ കുറവുകളിലേക്കും ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ, അറിവ് കുറവുള്ളവൻ കർത്താവെ അങ്ങയോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കുമെന്ന്. ഈശോയെ, ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ കുറവുകളിലേക്ക് ആ കുറവുകളെ എല്ലാം സമർപ്പിക്കുന്നു. ഒരു നിമിഷം നിശബ്ദമായിട്ട് നമ്മുടെ മക്കള് പരീക്ഷാ മേഖലയില്, ജീവിതത്തില് അനുഭവിക്കുന്ന കുറവുകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ, ആ കുറവുകൾ അങ്ങ് നികത്തണം, അതവർക്ക് അങ്ങ് നൽകണം. എല്ലാ കുറവുകളും പരിഹരിക്കണം. ഉദാരമായി നൽകുന്നവനാണ് അങ്ങെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് പറഞ്ഞില്ലേ, ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് ഉദാരമായിട്ട് നൽകണമേ. പഠിക്കാനുള്ള കൃപ, എല്ലാം കൃത്യം എഴുതാനുള്ള കൃപ, പഠിക്കാൻ വിഷമമുള്ള വിഷയങ്ങള് കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള കൃപ നൽകണം, ജ്ഞാനം കൊടുക്കണം, അങ്ങ് തന്നെ നിയന്ത്രിക്കണം, അങ്ങ് തന്നെ ഒരു ഗൈഡൻസ് കൊടുക്കണം, അങ്ങ് തന്നെ പഠിപ്പിക്കണം. ഈശോയെ, എല്ലാ കുറവുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയം, ഉത്കണ്ഠ, നിരാശ, ചിലപ്പോ ഒരു തോൽവിയിലുള്ള ഭയം, എല്ലാം അങ്ങ് ഏറ്റെടുക്കണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. കർത്താവ്, ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തില് സാമ്പത്തിക മേഖലയില് സമാധാനം ഇല്ല, ജോലി മേഖലയില് ഇന്റർവ്യൂ പാസ്സാവുന്നില്ല, ജോലി കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ഒത്തിരി ജോലി ഭാരങ്ങള്, ഒറ്റപ്പെടുത്തപ്പെടുന്ന അവസ്ഥകള്, ജോലി സ്ഥലത്ത് ഒരാശ്വാസവുമില്ല, ഞങ്ങളെ പീഡിപ്പിക്കുന്നവര്, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവര്. കർത്താവ്, എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടപെടണമേ കർത്താവേ. ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ അങ്ങ് ചിതറിക്കണമേ, പലായനം ചെയ്യിപ്പിക്കണമേ. കർത്താവെ, തകർത്തെറിയണമേ. ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. കർത്താവെ, ഉണരുക. കർത്താവെ, ഉണരുക. അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുക. അങ്ങയുടെ വചനം ഞങ്ങളിൽ മാംസം ധരിക്കുക ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ മക്കളിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ കുറവുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറവുള്ളവൻ ചോദിക്കട്ടെ, അവനത് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.